2015 ഒപ്പിട്ടൊരു കരാർ 2016 മുതൽ 26 വരെ ഇടതുപക്ഷ സർക്കാർ അവരുടെ കുട്ടി എന്ന നിലയ്ക്ക് ചേർത്ത് വെച്ച ഒരു പദ്ധതി. അതിന്റെ പേരിൽ വലിയ ആഹ്ലാദവും അഭിമാനവും കൊണ്ട പദ്ധതി. ഇപ്പൊ സതീശൻ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് ബഹുരാഷ്ട്ര കുത്തകളെ എതിർക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കോൺഗ്രസ് എന്നല്ല, ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിയില്ല. ദിവ്യ അയ്യർ 12-ാം തീയതി വരെ അതിന്റെ MD ആണ്. എന്ന് പറഞ്ഞാൽ ഈ വാർത്ത വരുമ്പോൾ ദിവ്യ അയ്യർ വിഴിഞ്ഞത്തിന്റെ MD ആണ്. അപ്പൊ അവരറിയാതൊരു വാർത്ത വരില്ലല്ലോ. ഇതിൽ വലിയൊരു കളി, അദാനിയുടെ കളി, അത് കരാറുണ്ടാക്കി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്നിട്ടുണ്ട്, പിണറായി വിജയന്റെ കാലത്ത് നടന്നിട്ടുണ്ട്, ഇപ്പോഴും ഇനി നടക്കും. കാരണം ഇനിയിപ്പോ സതീശൻ വിചാരിച്ചാലും ആ കളിയിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി എന്ത് പറയുമെന്നായിരുന്നു കേരളം കാത്തിരുന്നത്. സ്വാഭാവികമായി നമുക്കറിയാമായിരുന്നു കഴിഞ്ഞ സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാർ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടികൾ കാണിച്ചിട്ടുണ്ടായിരിക്കും, CPM തിരിച്ചടിക്കും. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധത്തിലേക്കൊന്നും CPM വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പോകാതിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അദ്ദേഹം ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്തയെ അല്ലെങ്കിൽ ആ വാർത്തയെ മുൻനിർത്തിയാണ് സംസാരിച്ചതൊക്കെ. ദേശാഭിമാനിയുടെ സോഴ്സ് ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് CPM ഒരു അടി നൽകുമ്പോൾ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, എന്ത് തെറ്റാണ് ഈ സർക്കാർ ചെയ്തതെന്ന്. ഇത് മാധ്യമ പ്രവർത്തകരോടുള്ള ചോദ്യമാണോ, പൊതുജനങ്ങളോടുള്ള ചോദ്യമാണോ, അതോ സ്വന്തം മുന്നണിയിലെ ചില നേതാക്കൾക്കെതിരെയുള്ള ചോദ്യമാണോ എന്നൊരു സംശയം ജനങ്ങൾക്കില്ലേ? അത് എല്ലാവർക്കും ഉള്ള ചോദ്യമാണ്. കാരണം വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പോഴും കണക്കാക്കുന്നത് ബാക്കി വിവാദങ്ങളൊക്കെ അനാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ വിഴിഞ്ഞം ആ പദ്ധതി തന്നെ ശരിയാകുന്ന അഭിപ്രായങ്ങളിൽ എനിക്കില്ല, അതിന്റെ കരാർ ശരിയാകുന്ന അഭിപ്രായമില്ല. പക്ഷേ 2015 ഒപ്പിട്ടൊരു കരാർ 2016 മുതൽ 26 വരെ ഇടതുപക്ഷ സർക്കാർ അവരുടെ കുട്ടി എന്ന നിലയ്ക്ക് ചേർത്ത് വെച്ച ഒരു പദ്ധതി. അതിന്റെ പേരിൽ വലിയ ആഹ്ലാദവും അഭിമാനവും കൊണ്ട പദ്ധതി. അദാനി എൻ്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞ ഒരു പാർട്ടി മുന്നണി, അതുപോലെ അവിടെയുള്ള എല്ലാ ദുരന്തങ്ങളെയും കണ്ണടച്ചവർ, ജനങ്ങളുടെ സമരങ്ങളെ കണ്ണടച്ചവർ, മത്സ്യത്തൊഴിലാളികളെ അവഗണിച്ചവർ, അങ്ങനെയുള്ള ഒരു സർക്കാർ വിഴിഞ്ഞത്തില് MSCക്ക് പാർട്ട്ണർഷിപ്പ് വരുന്നു എന്നും അത് മെയ് 1 സതീശൻ ബാംഗ്ലൂർ പോയപ്പോൾ എന്തോ കണ്ട് പേടിച്ച് അല്ലെങ്കിൽ അദാനിയായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി വന്നതാണെന്നുള്ള ഒരു വലിയ കഥ ഇവിടെ പ്രചരിച്ചു. അത് പ്രചരിപ്പിച്ചത് CPM മാത്രമല്ല എന്ന് സതീശനും പറയും. അത് വേറെ ആളുകളും അതിന്റെ പിന്നിലുണ്ട്. അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സതീശൻ വരുന്ന കാലത്ത് തന്നെ ആ വാർത്ത ചില ചാനലുകൾ ആവർത്തിച്ച് കാണിച്ചിരുന്നു. ഏത് അവിടെ പോണതും ഇയാളെ കാണുന്നതും അദാനിയുടെ CEO കാണുന്നതും മൊത്തത്തിലൊരു പുകമറ ഉണ്ടാക്കി. അതും കഴിഞ്ഞ് ഈ അദാനിക്ക് അദാനിയുടെ 49% ഷെയർ, അദാനിയുടെ കമ്പനിയുടെ 49% ഷെയർ അവർ വിൽക്കുന്നു എന്ന വാർത്ത വന്നു. നിയമസഭയിൽ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി വളരെ ക്ലീൻ ആയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല, പത്രങ്ങളിൽ വന്ന കാര്യമാണ്, അതുകൊണ്ട് എനിക്കതിന് മറുപടി പറയണമെങ്കിൽ അവരുടെ കത്ത് വേണം. പിറ്റേ ദിവസം അവർ കത്ത് കൊണ്ടു കൊടുക്കുന്നു, ആ കത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു, കത്ത് മാറ്റി കൊടുക്കുന്നു, അങ്ങനെ കലാപരിപാടികളൊക്കെ കാണുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ സതീശൻ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് ബഹുരാഷ്ട്ര കുത്തകളെ എതിർക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കോൺഗ്രസ് എന്നല്ല, ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിയില്ല. ബംഗാൾ മുഖ്യമന്ത്രിക്കും പറ്റിയിട്ടില്ല, കേരള മുഖ്യമന്ത്രിക്കും പറ്റിയിട്ടില്ല, ആർക്കും പറ്റിയില്ല. കാരണം ഇവിടെ പോയി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച ആളാണ് പിണറായി വിജയൻ. അവിടെ സോഷ്യലിസ്റ്റ് ആളുകളെ കൊണ്ടല്ലല്ലോ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നടത്തണേ. അപ്പം അത് പോട്ടെ, വിദേശ നിക്ഷേപം ഒക്കെ വരണം എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇക്കാര്യത്തിൽ ഇടതുപക്ഷം ഉയർത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇത് കുത്തക തുറമുഖമാവുമോ, ഗവൺമെന്റ് പെർമിഷനുണ്ടോ? മാത്രമല്ല മാധ്യമങ്ങൾ പറഞ്ഞൊരു തെറ്റായ കാര്യം, അതാണ് സതീശൻ ഇന്നലെ വല്ലാതെ പ്രകോപിപ്പിച്ചത്. ഓഹരി കൈമാറ്റം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഓഹരി കൈമാറ്റം നടന്നിട്ടില്ല എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. കാരണം അങ്ങനെ ഓഹരി കൈമാറ്റം നടത്താൻ പറ്റില്ല. സതീശൻ തന്നെ വ്യക്തമാക്കിയതുപോലെ നമുക്കറിയാവുന്നതുപോലെ കേരള ഗവൺമെന്റ് പെർമിഷൻ മാത്രം പോരാതിന് സെബിയുടെ പെർമിഷൻ വേണം, പിന്നെ ദേശീയ ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ വേണം, നാഷണൽ സെക്യൂരിറ്റി പ്രശ്നമുണ്ട്, അതിന്റെ പെർമിഷനും വേണം. ഇതൊക്കെ അദാനിക്ക് കിട്ടുന്ന വിചാരിക്കുക. അദാനിക്ക് ഇതൊന്നും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു പെർമിഷൻ കിട്ടാൻ അദാനിക്ക് ബുദ്ധിമുട്ടില്ല ഇന്ത്യയിൽ, നമുക്ക് അറിയാം. അപ്പോൾ അവരുടെ ഒന്നും പെർമിഷൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ട്രാൻസ്ഫർ നടന്നിട്ടില്ല. സതീശൻ ചോദിച്ചാൽ നിങ്ങൾ ഓഹരി കൈമാറ്റം നടന്നു എന്ന് പറഞ്ഞ മാധ്യമങ്ങളോടായിരുന്നു ഒരു ചോദ്യം, ദേശാഭിമാനി അടക്കം. സതീശൻ വന്നു, ഉടനെ ഓഹരി കൈമാറ്റം നടന്നു, ഇനി അതിന് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു. സതീശൻ എന്തോ അഴിമതി ചെയ്തു എന്നാണ് ഇതിലൊരു വാദം. സതീശന്റെ ഒരു മറുപടി നമ്മളെല്ലാം ആദ്യം കേട്ടതാണ്, ദേശാഭിമാനി വെട്ടു,
പാർട്ടി തന്നെ പറഞ്ഞു ആ ദേശാഭിമാനി ഞങ്ങളുടെ വാർത്തയല്ല, ഈ വാർത്ത വന്നു. പക്ഷെ ഇന്നലെ സതീശൻ രണ്ടാമത്തെ ദേശാഭിമാനി എടുത്ത് കാണിച്ചു. അത് ജൂൺ 5 ദേശാഭിമാനിയാണ്. സർക്കാർ വന്നിട്ട് 15 ദിവസമായിട്ടില്ല, 20 ദിവസം മുതൽ. ജൂൺ 5 ദേശാഭിമാനിയിൽ അദ്ദേഹം എടുത്ത് കാണിച്ചത് വളരെ അപകടകരമായ ഒരു വാർത്തയാണ്. ആ വാർത്ത എന്താണ്? ആഘോഷിക്കുകയാണ് ദേശാഭിമാനി. MSC എന്ന് പറയുന്ന കമ്പനി ഇവിടെ കടന്നു വരുന്നു, അയാൾ നിക്ഷേപം നടത്തുന്നു, അയാൾക്ക് പ്രത്യേക MSC പോർട്ട് ഇനി ഉണ്ടാവും എന്ന് ദേശാഭിമാനി പറയുന്നു ജൂൺ 5. അത് മാത്രമല്ല, MSC പോർട്ട് ഉണ്ടാവും എന്ന് പറയുക മാത്രമല്ല, ഞങ്ങളുടെ കോൺക്ലേവിൽ MSC പങ്കെടുത്തിരുന്നു, അന്ന് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് MSC വരുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. കാരണം 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ എടുക്കാവുന്ന ഒരു തീരുമാനമല്ല ഒരു കമ്പനിയുടെ 49% ഷെയർ വിൽക്കുക എന്നുള്ളത്. അത് ഉറപ്പാണ്. അതുകൊണ്ട് അത് മുമ്പേ ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും വന്നു. അപ്പൊ ഇന്നലെ മുഖ്യമന്ത്രി ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, ഈ വാർത്ത മറ്റു മാധ്യമങ്ങൾക്ക് കിട്ടാതെ ദേശാഭിമാനിക്ക് മാത്രം കിട്ടിയത് എങ്ങനെ? ബാക്കി ഇവിടുത്തെ ഏഷ്യാനെറ്റിനോ അല്ലെങ്കിൽ മാതൃഭൂമിക്കോ മനോരമയ്ക്കോ ഒന്നും കിട്ടിയില്ലല്ലോ. അവരൊക്കെ വളരെ സൂക്ഷ്മമായി നോക്കിയിരിക്കുന്ന ആളല്ലേ ഗവൺമെന്റ് പോളിസികൾ. നോക്കി എന്തുകൊണ്ട് കിട്ടിയില്ല? അപ്പൊ അത് ഗവൺമെന്റ് സോഴ്സിൽ നിന്ന് വന്നതാണ്. 2, ഈ പത്രം ഇറങ്ങുന്ന ദിവസം 5-ാം തീയതി അവിടെ ഇപ്പോ ദിവ്യ എസ് അയ്യരെ മാറ്റിയതുമായൊരു വിവാദം വന്നല്ലോ. ദിവ്യ എസ് അയ്യരെ മാറ്റിയത് ഓഹരി വിൽക്കാനാണ് എന്നാണ് വാദം വന്നത്. അദാനിക്ക് വേണ്ടി മാറ്റിയത്. ദിവ്യ എസ് അയ്യർ 12-ാം തീയതി വരെ അതിന്റെ MD ആണ്. എന്ന് പറഞ്ഞാൽ ഈ വാർത്ത വരുമ്പോൾ ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞത്തിന്റെ MD ആണ്. അപ്പൊ അവരറിയാതൊരു വാർത്ത വരില്ലല്ലോ. സർക്കാരിന്റെ MD ആണ്. അവർ നിഷേധിച്ചില്ലല്ലോ അത്. ഈ 5-ാം തീയതി വാർത്ത വന്നപ്പോ ഒരു പത്രക്കാരും നിഷേധിച്ചില്ല, ആരും പോയി ചോദിച്ചില്ല, ദിവ്യ എസ് അയ്യർ പറഞ്ഞില്ല അങ്ങനെ ഒരു വാർത്തയില്ല. അപ്പൊ ദേശാഭിമാനിയെ പോലെ ഒരു പത്രത്തിന്, ഭരണകക്ഷിയുടെ പത്രത്തിന് ഇങ്ങനൊരു വാർത്ത കിട്ടുമ്പോൾ അത് ഒഫീഷ്യലായ വാർത്തയാണ്. ഇപ്പോ വീക്ഷണം എന്നൊരു വാർത്ത ഇട്ടാൽ നമ്മളത് കോൺഗ്രസിന്റെ വാർത്തയെന്ന് വിചാരിക്കുള്ളൂ. കോൺഗ്രസിന്റെ വാർത്ത മാത്രമല്ല, സ്റ്റേറ്റിന്റെ വാർത്തയാണ്. കോൺഗ്രസിന്റെ ആളുകൾ സ്റ്റേറ്റിന് അങ്ങനെ വന്ന വാർത്തയാണ്. മാത്രമല്ല അതിൽ ആ വാർത്തയിൽ ഒരിടത്ത് പോലും MSCക്കെതിരായ പരാമർശമില്ല എന്ന് മാത്രമല്ല, MSC വരുന്നത് എന്തോ വലിയ വികസനത്തിന്റെ ഫലമാണ്, LDF സർക്കാർ നടത്തിയ ദീർഘകാല പ്രവർത്തനത്തിന്റെ ഫലമാണെന്നാണ്. ഇതാണ് ഒരു പ്രശ്നമുള്ളത്. രണ്ടാമത്, കുത്തകവൽക്കരണം എന്നതിനെക്കുറിച്ചും സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കരാറുണ്ട്, കൺസെഷൻ എഗ്രിമെന്റ്. കൺസെഷൻ എഗ്രിമെന്റിൽ അങ്ങനെ പാടില്ല, ഒരു ഫ്രീ പോർട്ട് അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ തമാശയുള്ള ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ഇതുവരെ 1000 ഷിപ്പ് വന്നു എന്നാണല്ലോ കണക്ക്. ഈ 1000 ഷിപ്പിൽ 950-ൽ കൂടുതൽ ഷിപ്പ് MSCയുടെ ആയിരുന്നു. അപ്പൊ MSC തന്നെയാണ് ഇവിടെ ഇപ്പോഴും നടത്തിയിട്ടുള്ളത്. പിന്നെ MSC വന്നാൽ മറ്റു ഷിപ്പ് വരില്ല എന്നുള്ളതൊക്കെ നമുക്ക് വളരെ അതൊക്കെ പൊളിഞ്ഞ കാര്യമാണ്. കാരണം മുന്ദ്രയിൽ MSC ആണ് അദാനിയുടെ പാർട്ണർ, എന്നൂർ അദാനിയുടെ പാർട്ണർ MSC ആണ്. അപ്പോൾ അവർക്ക് സുരക്ഷാ പ്രശ്നമോ ദേശീയ പ്രശ്നമോ ഷിപ്പിംഗ് പ്രശ്നമോ അല്ലെങ്കിൽ കുത്തക പ്രശ്നമോ ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അവരൊന്നും കൊടുക്കില്ലല്ലോ. അവിടെയുള്ള വേറൊരു വ്യവസ്ഥയുണ്ട്, അവർ കൂടുതൽ പൈസ കൊടുക്കുന്നുണ്ട്. ഈ മുന്ദ്രയും നമ്മുടെ കരാറും തമ്മിൽ വ്യത്യാസം, മുന്ദ്ര കൂടുതൽ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, കൺസെഷൻ എഗ്രിമെന്റ് അദാനിയുമായിട്ടാണ്. UDF സർക്കാരും 2 അനുബന്ധ എഗ്രിമെന്റുകൾ വെച്ചിട്ടുണ്ട്, അല്ലെ LDF സർക്കാരും 2 അനുബന്ധ എഗ്രിമെന്റ്, സെക്കൻഡ് സ്റ്റേജ് 3rd സ്റ്റേജിനൊക്കെ ആ അനുബന്ധ എഗ്രിമെന്റിൽ കുറെ ഇളവും കൊടുത്തിട്ടുണ്ടെന്ന്. അതുപോട്ടെ, അതും കഴിഞ്ഞ് 5 വർഷത്തെ നീട്ടൽ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതും കഴിഞ്ഞ് ഇപ്പോൾ വന്ന് എന്നോട് ഇത് പറയുന്നത് എന്തിനാണ്? അപ്പൊ അതിലൊരു കാര്യം എന്താ വെച്ചാൽ, മെയ് 1-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുമ്പ് സതീശനെ അദാനി കണ്ടതുകൊണ്ടാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടായത് എന്ന് പ്രചരിപ്പിച്ച CPM-ന് മാത്രമല്ല, സ്വന്തം പാർട്ടിയിലെയോ സ്വന്തം മുന്നണിയിലെയോ ആളുകൾക്ക് കൂടി സതീശൻ കൊടുത്തൊരു മറുപടിയാണ്. അദ്ദേഹത്തിനോട് സതീശന് മൗനം, മുഖ്യമന്ത്രിക്ക് മൗനം എന്ന് പറയും. അദ്ദേഹം പറഞ്ഞു, ശരിയാ, ഞാൻ എൻജോയ് ചെയ്യുന്നു, ഒന്നിച്ച് പറഞ്ഞാൽ മതിയല്ലോ, എല്ലാം കൂടി ഓരോന്നിനും മറുപടി പറയണ്ടല്ലോ. ഇന്നലെ ആ ചോദ്യം, നേരത്തെ സൗപർണിക പറഞ്ഞ ചോദ്യം ഉണ്ടല്ലോ, ഈ സർക്കാർ വിഴിഞ്ഞം വിഷയത്തിൽ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റില്ല. CPM-ന് മറുപടി പറയാൻ പറ്റും. ഇപ്പൊ CPM മാറ്റി. CPM അത് കുത്തകവൽക്കരണത്തിനെതിരായ മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ MSC ഈ ഒരു വാർത്ത തെറ്റാണെങ്കിലും ആദ്യത്തെ വാർത്ത തെറ്റാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ജൂൺ 5-ന് വന്ന വാർത്ത ഇതുവരെ തെറ്റാന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ജൂൺ 5-നും ദേശാഭിമാനിക്ക് തെറ്റി, ജൂലൈയിലും തെറ്റി. അങ്ങനെയാണോ? അല്ലല്ലോ. അത് പാർട്ടിയുടെ നിലപാടാണ്, ആണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ വളരെ ക്ലീൻ ചിറ്റായിട്ട് ഇതിലൂടെ കടന്നു പോകുന്നു. കാരണം CPM-കാർക്കും പറയാൻ പറ്റില്ല, കോൺഗ്രസ്സുകാർക്കും പറയാൻ പറ്റില്ല. ഇപ്പൊ അദാനി വിറ്റു, അദാനി കാശുണ്ടാക്കി, അതാ സംഗതി. അദാനി വളരെ സ്മാർട്ടായിട്ട് പൈസ ഉണ്ടാക്കി. ഇനിയിപ്പോൾ 49%, ഇനി 49 അല്ലേ 25% വിൽക്കാൻ അവർക്ക് ഇതൊന്നും വേണ്ടല്ലോ. അതല്ലേ, ഇപ്പൊ 13,000 കോടി രൂപയ്ക്ക് 45% വിൽക്കുന്നതിന് പകരം
25% 6500 കോടി രൂപയ്ക്ക് വിറ്റാൽ പോലും പറയാൻ പറ്റും? ഇല്ല. കോൺട്രാക്ട് ഗവൺമെന്റ് പെർമിഷൻ പോലും വേണ്ട, അത് വിൽക്കാൻ ഗവൺമെന്റ് പെർമിഷൻ പോലും വേണ്ട. അപ്പോ തീർച്ചയായിട്ടും ഇതിൽ വലിയൊരു കളി, അദാനിയുടെ കളി, അത് കരാറുണ്ടാക്കി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്നിട്ടുണ്ട്, പിണറായി വിജയന്റെ കാലത്ത് നടന്നിട്ടുണ്ട്, ഇപ്പോഴും ഇനി നടക്കും. കാരണം ഇനിയിപ്പോൾ സതീശൻ വിചാരിച്ചാലും ആ കളിയിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. കാരണം അത് അങ്ങനെയാണ് അത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. കേരളത്തിന്റെ കടലൊക്കെ വിറ്റ് പോയി, തുറമുഖം വിറ്റുപോയി. 2015 ദേശാഭിമാനി പറഞ്ഞ ഹെഡിങ്ങാണ് ഇനി ഇപ്പിടുന്നത്. അതിടാൻ ദേശാഭിമാനിക്ക് ധൈര്യം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതില്ലാത്തടത്തോളം സതീശൻ വളരെ ഇക്കാര്യത്തിൽ സേഫായി പോകും. അതുമാത്രമല്ല, എല്ലാ ഡോക്യുമെൻസും സതീശൻ പറഞ്ഞതിന് അനുകൂലമാണ്. ഇതുവരെ ഓഹരി ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. സർക്കാരിൻ്റെ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. കമ്മിറ്റി, ഹൈപ്പവർ കമ്മിറ്റി പഠിക്കട്ടെ, പഠിച്ചിട്ട് നോക്കാം. കേരളത്തിന് മിക്കവാറും ഞാൻ കണക്കാക്കുന്നത് ഒരു അനുബന്ധ കരാർ കൂടി വരും. ഇത് ഈ പറഞ്ഞതുപോലെ കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഉള്ള വ്യവസ്ഥകൾ അദാനി പാലിക്കും. ഇപ്പോഴും 51% ഷെയർ അദാനിക്കാണ്. അതുകൊണ്ടല്ല 49% വിറ്റാൽ 51% അദാനിയാണ്. കൺസെഷനെയർ അദാനിയാണ്. കൺസെഷനെയർ എന്ന് പറഞ്ഞാൽ ഈ പോർട്ടിന്റെ ഉടമസ്ഥൻ സംസ്ഥാന സർക്കാരാണ്. അവിടെ ഒരു പണി നടത്താൻ ഏൽപ്പിച്ചിട്ടുള്ള കരാറുകാരനാണ് അദാനി. കൺസെഷൻ എന്ന് പറഞ്ഞൊരു കരാർ എഗ്രിമെന്റ് തന്നെയാണ്. ഇത്ര കാലം നിങ്ങൾ ഈ പോർട്ട് ഉണ്ടാക്കി പ്രവർത്തിപ്പിച്ച് എത്ര വരുമാനം തന്നാൽ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ കടലും കടൽ തീരവും ഒക്കെ കേരളത്തിൻ്റെയാണ്. പക്ഷെ കാശുണ്ടാക്കുന്നത് അദാനിയാണെന്ന് മാത്രമേ ഉള്ളൂ.